എസ്തറ്റിക് അല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് കുക്കിംഗ് വ്ളോഗ് ഞാൻ കാണിക്കേട്ടാ. അതായത് ശരിക്കും എൻ്റെ കിച്ചൻ്റെ അവസ്ഥ കാണിക്കുന്ന ഒരു വ്ളോഗ് നമുക്ക് കാണിക്കാം അല്ലേ. രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അതെ ഇവിടെ ഹൈ ടേബിളിലും പിന്നെ ഇവിടെയും പിന്നെ ഇവിടെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇവനാണ് എൻ്റെ കുക്കിംഗ് അസിസ്റ്റന്റ് ഇന്നത്തെ. കിച്ചൺ സ്റ്റാഫ് കുക്കിംഗ് മാത്രമൊന്നുമല്ല കേട്ടോ, ഇടയ്ക്ക് ക്ലീനിങ്ങും ചെയ്യേണ്ട ആവശ്യമുണ്ട്. വൈപ്പ് ചെയ്തോ അത് എന്തിട്ടാന്നറിയില്ല, എൻ്റെ സ്റ്റാഫിന് കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടുതലാണ്. ബൈ ദ വേ നമുക്കൊന്ന് ചൂട ഫ്രൈ ആക്കാന്ന് വിചാരിച്ചിട്ട്. ആ മീനിനെ ഞങ്ങൾ പറയുന്ന പേര് ചൂട. ഇത് വേണ്ട, ഇത്രയും പരിപ്പ് തിന്നാൻ പറ്റില്ല നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അതിനോ 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 ഇത് സാലറി കൊടുക്കാത്ത സ്റ്റാഫ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഇമോഷണൽ ഔട്ട് ബേസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അരപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടയിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം ബേക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ കിടന്ന് പ്രഷർ കുക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പരിപ്പാണ്. ഇതൊക്കെ ഭയങ്കര മെസ്സിയാണ് ഞാൻ പറഞ്ഞത്. ഇത് തീരെ എസ്തറ്റിക് അല്ലാത്തൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ ആ രീതിയിൽ മാത്രം കാണണം. ഇതെൻ്റെ വീടിൻ്റെ അകത്തുള്ള ഗാർഡന്. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഗാർഡൻ്റെ അവസ്ഥയൊക്കെ മോശം. പക്ഷേ ഈ പ്ലാന്റിൽ എപ്പോഴും വേപ്പുണ്ട്. എൻ്റെ അമ്മ നട്ടതാണ് കേട്ടോ. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ തവണ പറിക്കാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ആഹാ അമ്മ അത് നട്ടത് എത്ര ഉപകാരമായിരുന്നു. അന്ന് അമ്മ 2 സ്ഥലത്ത് വേപ്പിൻ്റെ എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിട്ട് ഉണ്ടായി. ഇത് നമ്മൾ ഓൾറെഡി മൈക്രോവേവിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് മൂപ്പിക്കാം. അപ്പോൾ ഇതെൻ്റെ അടുത്ത സ്റ്റാഫ് ഇവനാണ്, നൈറ്റ് സ്റ്റാഫ് വന്നിട്ട് നൈറ്റ് സെക്യൂരിറ്റിയാണ് നേരത്തെ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ചെറിയ എണ്ണയിൽ മാത്രം എടുത്ത് ഫ്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് മസാല എണ്ണയൊന്നും കഴിക്കണ്ടല്ലോ. പിന്നെ എൻ്റെ സ്റ്റാഫ് ബേസിക്കലി ഇതൊന്നും തന്നെയല്ല. സ്റ്റാഫിന് ഞാൻ പിന്നെ നല്ല ഭക്ഷണമൊന്നും കൊടുക്കില്ല എന്നാണ് നാട്ടുകാർ പറയാറ്. ഇതൊക്കെ തന്നെ കൊടുക്കുള്ളൂ കേട്ടോ. സ്റ്റാഫ് ഇതൊക്കെ തിന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ അല്ലേ.